മരിച്ചിട്ടില്ല. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അവനെ കെട്ടിയോ? കെട്ടിയിട്ടു. വരുന്ന വഴി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വേണം വരാൻ. ചെല്ലമ്മ ചെല്ലമ്മ, അവൻ പോകാതെ നോക്കി. സീത പിറന്നു, ലങ്ക മുടിഞ്ഞു. കുറെ കടുപ്പമായി പോയി. വാ വാ. ഇവിടെ നിന്നാല് സാക്ഷി പറയേണ്ടതായിട്ട് വരും. ചെല്ലമ്മ ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം. അയ്യോ, തൊണ്ട പൊട്ടാറായി. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. അയ്യോ ചെല്ലമ്മ. അയ്യോ പോലീസ്! ചെല്ലമ്മ പോലീസ്! അയ്യോ, എന്നെ ലാക്കപ്പിൽ കൊണ്ടുപോകും. അയ്യോ ചെല്ലമ്മ, അയ്യോ ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ. അയ്യോ, പോലീസുകാരനെ അടിച്ചു കൊല്ലും ചെല്ലമ്മ, എന്നെ കൊല്ലും. ചെല്ലമ്മ, എന്നെ ലാക്കപ്പിലേക്ക് കൊണ്ടുപോകും ചെല്ലമ്മ. അയ്യോ ചെല്ലമ്മ, 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 ചെല്ലമ്മ. പോലീസ്! ചെല്ലമ്മ പോലീസ്! അയ്യോ, എന്നെ ലാക്കപ്പിൽ കൊണ്ടുപോകും. അയ്യോ ചെല്ലമ്മ, അയ്യോ ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ. ചെല്ലമ്മ, ചെല്ലമ്മ. അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ. നമ്മ അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ. ചെല്ലമ്മ, അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ. അയ്യോ ചെല്ലമ്മ, ചെല്ലമ്മ. ചെല്ലമ്മ, ചെല്ലമ്മ, ദൈവം അനുഗ്രഹിക്കും ചെല്ലമ്മ. എന്താ അടി ഒന്നും മിണ്ടാത്തത്? നീയാണോ അവനെ അഴിച്ചുവിട്ടത്? ആണെങ്കിൽ എനിക്കൊന്ന് അറിയണം. അപ്പൊ അത്രത്തോളമായിരിക്കുന്നു നിന്റെ അഹന്ത, അല്ലേ? ആ, പോലീസ് സ്റ്റേഷനിൽ പോയി പറ. നീ ക്ഷമിക്കണം മേസ്ത്രി. മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേസ്ത്രിക്ക് എങ്കിലും എന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. നന്ദിയില്ലാത്തത് കൊണ്ടല്ല. എത്രയായാലും എന്റെ ആമ്പറന്നോ നല്ലയോ മേസ്ത്രി. പട്ടിയെ പോലെ കെട്ടിയിട്ട് ഇന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുമോ? എത്ര നേരം അത് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കും. അവളെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അവനെ ഞാൻ പിടിച്ചു തന്നോളാം. വരണം. സിസ്റ്റർ, നല്ലവണ്ണം ശ്രദ്ധിച്ചോളണം. വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം. യെസ് ഡോക്ടർ. കരയാതെ മോളെ, കരയാ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തന്നെ തീരണം. എന്നാലും കുറെ കടുപ്പം തന്നെക്കായി ഈ പെണ്ണിന്റെ തലയിലെടുത്ത് എന്തെല്ലാം മാരണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. മനസ്സറിയാർക്കും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതാണല്ല ദൈവം തന്നത്. കരയാതെ മോളെ, ഒക്കെ നേരെയാവും. ചന്തയിലും വലിയ പുക്കാറായിരിക്കുന്നു. എന്താടാ കുഞ്ഞിരാമ? ഞാൻ പോണക്ക. പോണം? എങ്ങോട്ടാടാ? എന്തിനാ നീ ഇപ്പൊ പോണത്? പോണം. ഇതെല്ലാം കണ്ടും കേട്ടോണ്ട് എനിക്ക് വീട്ടിൽ കഴിയാൻ ഒക്കൂല.
ആളുകൾ എന്റെ മുഖത്ത് നോക്കി അതും ഇതും പറയണക്ക. എനിക്ക് പോണം. ഓഹോ, നിനക്കും പോണോ? എങ്കി പോയിക്കോ. അവനും പോയി. വള്ളിയക്കനും മാനക്കേടില്ലേ? എങ്കിൽ അക്കനും പോയിക്കോ. ചെല്ലമ്മ ഓണറേ, കാര്യം അറിഞ്ഞോ? അത്ര കണ്ട് ക്ലോസ് ആയി. എപ്പോ? ഇന്ന് വെളുപ്പിന് 3 മണി. അയ്യോ, കഷ്ടം. എന്ത് കഷ്ടം? അവൻ ചാവാനുള്ളവന്നല്ലേ. എങ്കിൽ പിന്നെ ഇനി കുഞ്ഞത്തിന് തൂക്കുവരം തന്നെ. താൻ കണ്ടോ ചാവണത്? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പൊ ചത്ത് കാണും. ഞാനിപ്പൊ അത്രാം കണ്ണുമായിട്ട് സംസാരിച്ചിട്ട് വരിക. ചുമ്മാതെ ഇറങ്ങി തിരിച്ചോളാം. നേരം വെളുക്കുമ്പോഴേ കൊതിയും നുണയും പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാം. ഇയാള് വലിയൊരാള്. ചുമ്മാ കടയിൽ നിന്നേ ഇല്ലാത്ത വർത്താനൊന്നും പറയരുത് കേട്ടോ ശിവശങ്കര. അയ്യോ, കാണുന്നില്ലല്ലോ. എന്താ ഈ കട്ടിലിൽ കിടന്ന ആളെവിടെ? അയാളുടെ കാര്യം ഒന്നും പറയണ്ട. നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. സ്റ്റിച്ചസ് പോലും എടുക്കാതെയാണ് ഓടിക്കളഞ്ഞത്. ആരെയാ കാച്ചു കളയുണ്ടെന്നല്ല ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. അതാ അവൻ വരഞ്ഞു. ഓണറേ, അവ ഇവിടെ അങ്ങനെ വന്ന ആര്? നമ്മളെ കുത്തിയ പന്നി കുഞ്ഞച്ചൻ. ഇല്ലല്ലോ. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നോ ഒളിവിലാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ, അവനെ നമ്മളെ കണ്ടുപിടിച്ചോളാം.